നമസ്കാരം. നമസ്കാരം. നമുക്ക് നിസാന്റെ ഇത് ഏത് മോഡലാണ് ഇതില്? നമുക്ക് ഈ വേരിയന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആക്ച്വലി ടെക്ന എന്ന് പറയുന്ന വേരിയന്റ് ടെക്ന പ്ലസിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് ഓൾമോസ്റ്റ് ടോപ്പ് എൻഡിൽ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള വേരിയന്റ് ആണ്. ഓക്കെ, ഈ നിലവിൽ കിടക്കുന്ന വേരിയന്റിന്റെ ടെക്നയില് ഈസി ഷിഫ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ AMD ടെക്ന AMD എന്ന് പറയുന്നത് AMD ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഓക്കെ ഓക്കെ അല്ലേ? അപ്പം ഇതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റും ഇതിന്റെ? നമുക്കിപ്പോ ഈ കിടക്കുന്ന വേരിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിന്റെ തന്നെ നമുക്ക് ഒരു ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ്. അതായത് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ AMD എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ അവൈലബിൾ ആയിട്ടുള്ള വേരിയന്റ്. അതിൽ തന്നെ നമുക്ക് ടോപ്പ് എൻഡിന്റെ ഏറ്റവും ഹയർ ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ്, അതായത് ടെക്ന എന്ന് പറയുന്ന ടെക്ന ഈസി ഷിഫ്റ്റ് എന്നാണ് നമുക്ക് ഈ വേരിയന്റിന്റെ ഒറിജിനൽ നെയിം വരുന്നത്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ ഈ വേരിയന്റിനെ തിരിച്ചിരിക്കുന്നത്. നമുക്ക് ടോപ്പ് എൻഡിൽ തന്നെ രണ്ട് വേരിയന്റ്, അതിൽ നമുക്ക് ടെക്ന പ്ലസും ടെക്ന എന്നുള്ള വ്യത്യാസം വെച്ചാൽ ഇത് 3-4 ഫീച്ചേഴ്സിന്റെ മാത്രമേ വ്യത്യാസങ്ങളെ വണ്ടിയിൽ വരുന്നുള്ളൂ, പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. ഈ വേരിയന്റിലോട്ട് നമ്മൾ നോക്കുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് ഇതിൽ ഇന്റീരിയറിൽ വരുന്ന സ്പെഷ്യാലിറ്റീസ് ആണ്. ഇതിന് ഇന്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് നിലവിൽ മറ്റുള്ള വേരിയന്റിൽ നിന്നും വളരെ യൂണിക് ആയിട്ടുള്ള രീതിയിലാണ് വേരിയന്റ് ഇന്റീരിയർ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ബീജിങ് വൈറ്റ് കളർ വരുന്ന ഇന്റീരിയർ റെഡ് സിറ്റിങ്ങോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ വേരിയന്റ്, ഈ ടെക്ന എന്ന് പറയുന്ന വേരിയന്റ് വരുന്നത്. അതെന്ന് വെച്ചാൽ നമ്മുടെ പൊതുവെ കസ്റ്റമേഴ്സ്, നമ്മുടെ മാർക്കറ്റിലുള്ള പൊതുവെയുള്ള കസ്റ്റമേഴ്സിന്റെ ഒരു ചിന്താഗതി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രീമിയം ഇന്റീരിയർ ഫോക്കസ് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ടും ആകർഷിക്കുന്ന ഒരു വേരിയന്റ് ആണ് ഈ വേരിയന്റ്, അതായത് ടെക്ന എന്ന് പറയുന്ന വേരിയന്റ്. അപ്പൊ ഇന്ത്യയിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഓൺ റോഡ് പ്രൈസ് ഒന്ന് നമുക്ക് ഈ വേരിയന്റ്, അതായത് ഈ കിടക്കുന്ന ടെക്ന എന്ന് പറയുന്ന വേരിയന്റ് നമുക്ക് നിലവിൽ ഇപ്പം ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മാസത്തെ സ്കീം എന്ന് പറയുമ്പോൾ ഇപ്പൊ ദീപാവലിയൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഓഫർ സ്കീമുകൾ വരുന്നുണ്ട്. പ്ലസ് നമ്മുടെ GSTയുടെ ആനുകൂല്യങ്ങളും നിലവിൽ ഇപ്പൊ നമുക്ക് വരുന്നുണ്ട്. ഈ ഓഫറുകളെല്ലാം കൂടെ കഴിച്ച് നമുക്ക് നിലവിൽ ഇപ്പൊ നമുക്കൊരു 9.85 നമുക്ക് ഓൺ റോഡ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും വിത്ത് ഓൾ സ്പെസിഫിക്കേഷൻ. നമുക്ക് 3 വർഷത്തേക്കുള്ള വാറണ്ടിയും കാര്യങ്ങളും 3 വർഷത്തേക്കുള്ള RSA എല്ലാം ഇതിന്റെ കൂടുതൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. ഇതിന് പുറമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മാസത്തെ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപാവലി പ്ലസ് നമ്മൾ കൂടുതലും നമുക്ക് കാരണം GST ഒക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരുടെ കൂടുതൽ റഷ് വരുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ കോർപ്പറേറ്റ് എംപ്ലോയീസിനൊക്കെ ആയിട്ട് അഡീഷണൽ ആയിട്ട് വളരെയധികം ഒരുപാട് ഓഫേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ CSD ബെനിഫിറ്റ്സ് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. അപ്പം എനിക്ക് വേറെ കാര്യം കൂടെ എന്നോട് പറയാനുള്ള, സാധാരണപ്പെട്ട ആൾക്ക് നമുക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടി ഉണ്ടല്ലോ ഇതിന്റെ, തീർച്ചയായിട്ടും അത് നമുക്കൊന്ന് പ്രേക്ഷകർക്ക് അത് നോക്കിയിട്ട് അതിനെ കോണ്ടാക്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടി പലരും ഞാൻ ഈ പറഞ്ഞ പോലെ ടോപ്പിന് വേരിയന്റ് പോലെ തന്നെ നമുക്ക് 3 രീതിയിലാണ് വേരിയന്റ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിൽ നമുക്ക് വിസിയ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും എല്ലാം നമുക്ക് വേരിയന്റ് അവൈലബിൾ ആണ്. പിന്നെ 2 വേരിയന്റ്സ് വരുന്നുണ്ട്. അതിലെ നമ്മൾ അസെന്റാന്നും എൻകണക്ട് എന്ന് പറഞ്ഞ 2 വേരിയന്റിലാണ് നമ്മൾ ആ വേരിയന്റിനെ രണ്ടും ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന വേരിയന്റ്. ഇത് രണ്ടിനെ നമ്മൾ 2 രീതിയിലുള്ള കൺസേൺസിനെ ബേസ് ചെയ്ത് 2 കസ്റ്റമേഴ്സിന്റെ കൺസേൺസിനെ ബേസ് ചെയ്ത്, അതായത് ഇപ്പൊ താങ്കൾ വണ്ടി എടുക്കാൻ വരുന്ന വ്യക്തിയാണ്. താങ്കൾക്ക് മെയിൻ ആയിട്ടും കൺസേൺ വരുന്നത് അലോയ് വീല് പോലുള്ള കാര്യങ്ങൾ വണ്ടിയിൽ അത്യാവശ്യമായിട്ട് വേണം, അത് ഇൻബിൽഡ് തന്നെ വേണം. അതിന് പുറമെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് നോക്കി വരുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻകണക്ട് എന്ന് പറഞ്ഞൊരു വേരിയന്റ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഈ കിടക്കുന്ന വേരിയന്റിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ്. അത്യാവശ്യം നല്ല രീതിയിൽ ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടും നല്ല ഫീച്ചർ ലോഡഡ് ആയിട്ടാണ് വേരിയന്റ് വരുന്നത്. അതിന്റെ പ്രൈസ് എത്ര വരുന്നത്? നമുക്ക് അതിന്റെ പ്രൈസിംഗിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റ് വരും 8,82,000 രൂപയ്ക്ക് നമുക്ക് ഓൺ ദ റോഡ് വണ്ടി ഇറങ്ങും. ഓട്ടോമാറ്റിക് വേരിയന്റ് വരും. മാനുവലിലോട്ട് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 50,000 രൂപ ഡിഫറൻസിന് കുറവില്ല. 8.29 നമുക്ക് ഓൺ ദ റോഡ് വണ്ടി ഇറങ്ങും. നിലവിലത്തെ ഓൺ ദ റോഡ് പ്രൈസും കാര്യങ്ങളും. പിന്നെ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ഫീച്ചർ മതി നമുക്ക്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, റിവേഴ്സ് ക്യാമറ, അങ്ങനെ ഓവർ ബഡ്ജറ്റ് നമ്മൾ ഈ വാഹനങ്ങളുടെ പേരിൽ നമ്മൾ ഇറക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അസെന്റ എന്ന് പറയുന്ന നല്ലൊരു ഓപ്ഷൻ നമുക്ക് വണ്ടിയിലുണ്ട്. നമുക്ക് അത്യാവശ്യം ടോപ്പ് എൻഡിൽ വരുന്ന സിമിലർ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. എന്നാൽ നമുക്ക് ഓവർ ബഡ്ജറ്റും വരാത്ത രീതിയിൽ കമ്പനി ഇറക്കിയിരിക്കുന്ന ഒരു വേരിയന്റ്. അതിന് പുഷ് ബട്ടൺ നോക്കിയുണ്ടോ? പുഷ് ബട്ടൺ വരുന്നില്ല. പുഷ് ബട്ടൺ വരുന്ന വേരിയന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മളൊരു CVT ഓട്ടോമാറ്റിക് ടെർബോ വേരിയന്റിലോട്ട് മാറുവാണെന്നുണ്ടെങ്കിൽ അതിൽ പുഷ് ബട്ടൺ വരും. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പുഷ് ബട്ടൺ അതുപോലെ തന്നെ അലോയ് പോലുള്ള കാര്യങ്ങൾ കൺസേൺ ചെയ്യുന്ന ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ എൻകണക്റ്റിലോട്ട് പോവാം. നിലവിലത്തെ ഇപ്പൊ GSTയുടെ ബെനിഫിറ്റ് വന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ബേസ് ചെയ്യുന്നത്. ഇപ്പൊ നിലവിലത്തെ ഓഫർ എന്ന് പറയുമ്പോൾ ബേസ് വേരിയന്റ് ഓട്ടോമാറ്റിക്കിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫേഴ്സോ കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഡീലറിൽ നിന്നും ബ്രാൻഡിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ മാനുവലിലോട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാഷ് ഓഫറോ കാര്യങ്ങളെല്ലാം കമ്പനി വന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് മാനുവൽ വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 6.4 അതായത് 6.5 ലക്ഷം രൂപയ്ക്ക് താഴെ ഓൺ ദ റോഡ് നമുക്ക് ഇപ്പൊ ഇറക്കാൻ പറ്റും. അതായത് ബേസ് വേരിയന്റ്
കോമ്പാക്ട് എക്സ് നമ്മുടെ കയ്യിലോട്ട് കിട്ടും. അതല്ല നമ്മളൊരു ഓട്ടോമാറ്റിക് വേരിയന്റ്, അതായത് നമ്മൾ ഇപ്പം കൂടുതലായിട്ട് അത്യാവശ്യം ഒരു ഓട്ടോമാറ്റിക് മതി എന്നുള്ള ഒരു കാറ്റഗറിയിലുള്ള വേരിയന്റ്, അധികം ബഡ്ജറ്റ് ഇറക്കാൻ താല്പര്യപ്പെടാത്ത ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7,00,000 രൂപ അല്ലെ 7,05,000 രൂപയ്ക്ക് നമുക്ക് ബേസ് വേരിയന്റ് ഓട്ടോമാറ്റിക് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ വേരിയന്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ടെക്ന എന്ന് പറഞ്ഞ വേരിയന്റ് മെയിൻ ആയിട്ട് വരുന്നത് വണ്ടിയുടെ യൂണിക് ആയിട്ടുള്ള ഒരു ഹെഡ്ലാമ്പാണ്. ഹെഡ്ലാമ്പ് വരുന്നതെന്ന് വെച്ചാൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പിലാണ് നമുക്ക് വണ്ടി അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ലൈറ്റ് സേവർ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഉദാഹരണം കാണിച്ചു തരാം. ഓക്കെ, ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ലൈറ്റ് സേവർ ഇൻഡിക്കേറ്റർ പ്ലസ് നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് താഴോട്ട് നോക്കുകയാണെങ്കിൽ ഈ വേരിയന്റ് അത് നമുക്ക് DRLs കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഒരു പ്രോപ്പർ യൂണിറ്റ് ഡിസൈൻ അതൊക്കെ മെയിൻ ആയിട്ട് കാണിക്കുന്നത് DRLs കാര്യങ്ങൾ വന്ന്. അതിന് പുറമെ നമുക്ക് ഫോഗ് ലംബ കാര്യങ്ങൾ നമുക്ക് ഈ ടെക്ന എന്ന് പറഞ്ഞ വേരിയന്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ടഡ് ഫോഗ് ലാംപ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഹൈ റേഞ്ച് ആയിട്ടുള്ള സ്ഥലത്തോടൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെട്ടമ കാര്യങ്ങൾ നമുക്ക് ഫോഗ് ലാമ്പിന്റെ അടുത്തുനിന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇനി ഇന്റീരിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കിപ്പോ ഈ ഇന്റീരിയറിലോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വൈറ്റിഷ് ബീജിങ് കളറിലായിട്ടുള്ള ഇന്റീരിയറിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലസ് നമുക്കൊരു റെഡ് സ്റ്റിച്ചിങ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയം ഇന്റീരിയർ ലുക്കിംഗ് ആണ് നമുക്ക് വണ്ടിയിലോട്ട് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ലെതർ സ്റ്റാപ്പ് സ്റ്റിയറിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾ, മൈക്ക് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഈ വേരിയന്റിലും എൻകണക്റ്റയിലും എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് 8 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. അതിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതിന് പുറമെ നമുക്ക് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മ്യൂസിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആർക്കമിസിന്റെ ട്യൂണിംഗ് വരുന്ന സ്റ്റീരിയോ സിസ്റ്റം ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് 3D സറൗണ്ടിങ് സിസ്റ്റം കൂടെ മ്യൂസിക് കൂടെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഏസ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ ടെക്ന അതിന്റെ ഹയർ വേരിയന്റിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ആംബിയലൈറ്റ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് സീറ്റിംഗിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വിൽറ്റഡ് സീറ്റ് ഫെസിലിറ്റി, അതായത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് സീറ്റ്സും കാര്യങ്ങളും മെറ്റീരിയലും ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ സെമി ലെതറിംഗ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു വേരിയന്റ് വരുന്നതും. ഇതിന് ടോപ്പ് ആൻഡ് ആയിട്ടുള്ള വേരിയന്റ് വരുമ്പോഴത്തേക്ക് ഫുള്ളി ലെതർ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നമ്മൾ പ്രീമിയം വാഹനങ്ങളെ കണ്ടുവരുന്ന രീതി, അതായത് നമ്മുടെ മേബാക്ക് അല്ലെങ്കിൽ മേഴ്സിഡീസ്, അതുകൂടാതെ BMW പോലുള്ള വേരിയൻസ് നമ്മൾ കണ്ടുവരുന്ന ഒരു ഫീച്ചറാണ് ബെസൽലെസ് ആയിട്ടുള്ള IR വീൽസ്. അതിൽ തന്നെ ഓട്ടോ ഡിമ്മിങ്ങും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇപ്പൊ നിലവിൽ ഇപ്പം നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ഹയർ ക്വാളിറ്റി വരുന്ന ഒരു ബെസൽലെസ് ആയിട്ടുള്ള IR വീൽ. നമുക്ക് തീരെ ബെസൽ ഇല്ല, അതുകൊണ്ട് രാത്രിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും.